ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് 2025 നവംബർ 3 മുതൽ 7 വരെയുള്ള വ്യാപാര ദിനങ്ങളിൽ ഓഹരി വിപണി എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്നത് സംബന്ധിച്ച പ്രിവ്യൂ ആണ്. 3 ഭാഗങ്ങളാണ് ഈ പ്രിവ്യൂവിന് ഉള്ളത്. ആദ്യത്തെ ഭാഗത്ത് വിപണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി വിവരിക്കുകയും സമീപ ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. രണ്ടാമത്തെ ഭാഗത്ത് ഓഹരി വിലസൂചികകളുടെ നിലവാരം സംബന്ധിച്ച വിലയിരുത്തലാണ് ഉണ്ടാവുക. അതായത് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ്, സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ ആ ഭാഗത്ത് പ്രതിപാദിക്കാം. അവസാന ഭാഗത്ത് നിക്ഷേപകർക്ക് വളരെ പ്രയോജനകരമായ ഏതാനും തീയതികളുടെ അറിയിപ്പാണ്. അതായത് വിവിധ കമ്പനികൾ പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്ന തീയതികൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഡിവിഡൻഡ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് കമ്പനികൾ പുറപ്പെടുവിച്ചിട്ടുള്ള തീയതികൾ. ഇനി വിപണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വേഗത്തിലൊന്ന് വിലയിരുത്താം. ഒക്ടോബർ വലിയ നേട്ടങ്ങളുടേതായിരുന്നു. ഒക്ടോബർ വലിയ നേട്ടങ്ങളുടേതാകാൻ കാരണമായത് ദീപാവലിയോടനുബന്ധിച്ച ആഘോഷമായിരുന്നു. എന്നാൽ ഏത് ആഘോഷവും നീണ്ടുപോകുമ്പോൾ, ഏത് മുന്നേറ്റവും നീണ്ടുപോകുമ്പോൾ ഒരു ഇടവേള ആവശ്യമായി വരും. അത് ഒരു ആലസ്യത്തിന്റെ ഇടവേളയാണ്. അങ്ങനെ ഒരു ആലസ്യം ആണ് ഒക്ടോബറിലെ അവസാന വാരം വിപണിയിൽ പ്രകടമായത്. സാമാന്യം നല്ല തോതിലുള്ള മടുപ്പാണ് തന്മൂലം വിപണിയിൽ അനുഭവപ്പെട്ടത്. വിപണിയിൽ ഇങ്ങനെ മടുപ്പ് അനുഭവപ്പെട്ടതിന് മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിലൊന്ന് വലിയ തോതിലുള്ള ലാഭമെടുപ്പാണ്. വിലകൾ വളരെയേറെ മുന്നേറിയ സാഹചര്യത്തിൽ ലാഭമെടുപ്പുകാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായി. ലാഭമെടുപ്പുകാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായതിനൊപ്പം തന്നെ ലാഭമെടുപ്പിന്റെ അളവിലും വലിയ തോതിലുള്ള വർധന അനുഭവപ്പെട്ടു. ഈ 2 കാരണങ്ങളും വിപണിയിൽ മടുപ്പിന് സാഹചര്യമൊരുക്കി എന്നതാണ് യാഥാർത്ഥ്യം. ഇവയ്ക്ക് പുറമെ വിപണിയിൽ വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അമേരിക്കയിൽ നിന്നുള്ള പലിശ നിരക്ക് സംബന്ധിച്ചാണ്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ 0.5% ഇളവ് വരുത്തുമെന്ന് വിപണി പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ സഫലമായി. എന്നാൽ ആ പ്രതീക്ഷയെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലായിരുന്നു ഫെഡറൽ റിസർവിൽ നിന്ന് തന്നെ ഉണ്ടായ മറ്റൊരറിയിപ്പ്. ആ അറിയിപ്പ് ഈ വർഷം ഇനി പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യത ഇല്ലെന്ന സൂചനയായിരുന്നു. ആ സൂചന വിപണിയെ വലിയ നിരാശയിലാഴ്ത്തിയത്. ഇത് വിപണിയിലെ മടുപ്പിന് പ്രേരണയായി. കാരണം അങ്ങനെ US പലിശ നിരക്കിലെ ഇളവ് വൈകുന്തോറും സ്വാഭാവികമായും വിദേശ ധനസ്ഥാപനങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് വൈകും. ഈ വരവ് വൈകും എന്നുള്ളത് കൊണ്ടാണ് വിപണിയിൽ കഴിഞ്ഞ ആഴ്ച നിരാശ പ്രതിഫലിച്ചതും അതിന്റെ ഫലമായി വിപണിയിൽ മടുപ്പ് അനുഭവപ്പെട്ടതും. ഇനി സമീപ ദിവസങ്ങളിലെ വിപണിയുടെ സാഹചര്യം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നവംബറുകൾ പൊതുവെ വിപണിക്ക് വലിയ നേട്ടങ്ങളോ വലിയ കോട്ടങ്ങളോ സമ്മാനിക്കുന്നതല്ല. കഴിഞ്ഞ 10 നവംബറുകളിലെ ചരിത്രം ഒന്ന് പരിശോധിച്ചപ്പോൾ കണ്ടത് 5 നവംബറുകളിൽ വിപണി നേട്ടത്തിലാണ് അവസാനിച്ചതെങ്കിൽ 5 നവംബറുകളിൽ വിപണി കോട്ടത്തിലാണ് അവസാനിച്ചത്. അതായത് തുല്യ ലാഭവും തുല്യ നഷ്ടവും സമ്മാനിച്ച മാസങ്ങളാണ് ഈ കഴിഞ്ഞ നവംബറുകളെല്ലാം തന്നെ. അതിന്റെ ആവർത്തനമാണോ ഇക്കുറി ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ചരിത്രത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് എന്തായിരിക്കും ഈ നവംബറിന്റെ സൂചന എന്ന് വ്യക്തമാക്കുക പ്രയാസമാണ്. എന്തായാലും വിപണിക്ക് അനുകൂലമായ മറ്റു ചില സാഹചര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന്, ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ക്വാലലംപൂരിൽ ഒരു കരാർ ഒപ്പുവെക്കുകയുണ്ടായി. ആ കരാർ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള 10 വർഷത്തെ ഡിഫൻസ് കരാറാണ്. ഇത് വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ ബന്ധം മോശമായിരിക്കുന്ന സ്ഥിതിക്ക് അത് മെച്ചപ്പെടാൻ സഹായിക്കുന്നതാണ് ഇത്തരം കരാറുകൾ എന്നതാണ് യാഥാർത്ഥ്യം. ഇവയ്ക്ക് പുറമെ ക്രൂഡ് ഓയിൽ സംബന്ധിച്ച ഒരു ആശ്വാസവും വിപണിക്കുണ്ട്. അതായത് ഇന്ത്യ ഇക്കാലം അത്രയും ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്നും മറ്റും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗം ആയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് കഴിഞ്ഞ മാസം അമേരിക്കയിൽ നിന്ന് മാത്രം ഇന്ത്യ ഇറക്കുമതി ചെയ്തത് പ്രതിദിനം 5.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ്.
മറ്റ് മാസങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ ഏതാണ്ട് പ്രതിദിന ശരാശരി എന്ന് പറയുന്നത് 3 ലക്ഷം ബാരൽ മാത്രമായിരുന്നു. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതിദിനം 5.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിന്ന് മാത്രം ഒക്ടോബറിൽ ഇറക്കുമതി ചെയ്തത് വലിയ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇത് 2022 ശേഷം ഇത്രയും കൂടുതൽ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മാസം ഉണ്ടായിട്ടുമില്ല. ഇവയ്ക്കൊക്കെ പുറമെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിലൊന്നായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇത്രയും നാൾ റഷ്യയിലെ റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നീ കമ്പനികളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ സമാഹരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കമ്പനികൾക്ക് മേൽ വാഷിംഗ്ടൺ ഉപരോധം ഏർപ്പെടുത്തിയതോടെ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഇക്കാരണം കൊണ്ടാണ് 2026 ജനുവരി മാർച്ച് കാലയളവിലേക്കുള്ള എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യൻ ഓയിൽ ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അമേരിക്ക, കാനഡ, ബ്രസീൽ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. ആ ടെൻഡർ സംബന്ധിച്ച് അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനൊക്കെ പുറമെ വിപണിക്ക് അനുകൂലമായ മറ്റൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏതാനും കമ്പനികൾക്ക് ചൈനയിൽ നിന്ന് അപൂർവ മൂലകങ്ങൾ, അതായത് റെയർ എർത്ത് എലമെന്റ്സ് ഇറക്കുമതി ചെയ്യാൻ ലൈസൻസ് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ചൈന അവിടെ നിന്നുള്ള റെയർ എർത്ത് എലമെന്റുകളുടെ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏതാനും കമ്പനികൾക്ക് അവിടെ നിന്ന് റെയർ എർത്ത് എലമെന്റുകൾ ഇറക്കുമതി ചെയ്യാൻ ലൈസൻസ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് വിപണിക്ക് പ്രതീക്ഷയും ആശ്വാസവും പകരുന്നതുമാണ്. റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത് സോളർ പാനലുകൾ, സ്മാർട്ട് ഫോണുകൾ, അതുപോലെ വൈദ്യുത വാഹനങ്ങൾ, ഡിഫൻസ് സിസ്റ്റംസ് ഇവയ്ക്കൊക്കെ വേണ്ട വളരെ വിലപ്പെട്ട അസംസ്കൃത പദാർത്ഥമാണ്. ഇനി വരും ദിവസങ്ങളിൽ വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സെൻസെക്സ് അവസാനിച്ചത് 83,938.71 നിലവാരത്തിലാണ്. നിഫ്റ്റി അവസാനിച്ചത് 25,722.10 നിലവാരത്തില്. ഈ രണ്ട് നിലവാരവും 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലവാരം അല്ലെങ്കിൽ പോലും വളരെ ഭേദപ്പെട്ട നിലവാരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനാൽ അതിൽ നിന്നുള്ള ആവേശം വരും ദിവസങ്ങളിൽ വിപണിയിൽ പ്രകടമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി അവസാനിച്ചത് 57,776.35 ഇതും നല്ല നിലവാരം തന്നെ. ഓഹരി വിലകളുടെ ദൈനംദിന കയറ്റിറക്കങ്ങൾ സൂചിപ്പിക്കുന്ന ചാർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ എല്ലാം തന്നെ ഒരു ബുള്ളിഷ് ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇതിനു പുറമെ ദീർഘകാല ശരാശരികൾ എടുത്താൽ പോലും അവയും വിപണി ഒരു ബുള്ളിഷ് ട്രെൻഡിലാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിക്ക് ഇപ്പോൾ ലഭിച്ചു വരുന്ന സപ്പോർട്ട് 25,000 പോയിന്റിൽ തുടരാനാണ് സാധ്യത. ഈ പിന്തുണ എന്ന് പറയുന്നത് വളരെ ശക്തമാണെന്ന് മാത്രമല്ല, അത് അങ്ങനെ പെട്ടെന്ന് ഭേദിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുമില്ല. ഇനി വിപണി മുന്നോട്ടാണെങ്കിൽ വിപണിക്ക് നേരിട്ടേക്കാവുന്ന പ്രതിരോധം എന്ന് പറയുന്നത് 26,000, 26,100 നിലവാരത്തിലാണ്. ഇത് പക്ഷേ അല്പം കനത്ത പ്രതിരോധമാണ്. അത് മറികടക്കാൻ അല്പം പ്രയാസം നേരിട്ടേക്കാം. എന്നാൽ ആ കടമ്പ കടക്കാൻ കഴിഞ്ഞാൽ വിപണിക്ക് തീർച്ചയായും ഒരു 10 അല്ലെങ്കിൽ 15 വ്യാപാര സെഷനുകൾക്കുള്ളിൽ തന്നെ സർവകാല ഔന്നത്യം ആഘോഷിക്കാനുള്ള അവസരമായിരിക്കും ലഭിക്കുക. ഇനി ഏതാനും കമ്പനികൾ സമീപ ദിവസങ്ങളിൽ പ്രവർത്തന ഫലം പ്രഖ്യാപിക്കുന്നതും മറ്റുമായ തീയതികൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏതാനും പ്രധാനപ്പെട്ട കമ്പനികളും സമീപ ദിവസങ്ങളിൽ ഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ കമ്പനികളുടെ ഒക്കെ ഫലപ്രഖ്യാപനം അതത് കമ്പനികളുടെ ഓഹരി വിലകളെ വലിയ തോതിൽ സ്വാധീനിച്ചേക്കാം. എന്ന് മാത്രമല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതുപോലുള്ള പ്രവർത്തന ഫലം ആകമാന വിപണിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. അതിനാൽ വരും ദിവസങ്ങൾ വിപണിക്ക് വളരെ നിർണായകമാണെന്നും പറയാം. ഇനി ഏതൊക്കെ ദിവസങ്ങളിലാണ് കമ്പനികളുടെ ഫലപ്രഖ്യാപനം എന്ന് നോക്കുക. നവംബർ 3 അജന്ത ഫാർമ, അംബുജ സിമന്റ്സ്, ഭാരതി എയർടെൽ, JK പേപ്പർ, തങ്കമയിൽ ജുവലറി, ടൈറ്റൻ എന്നിവ ഫലം പ്രഖ്യാപിക്കുന്നുണ്ട്. നവംബർ 4 ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫലപ്രഖ്യാപനം. അന്ന് തന്നെയാണ് അഡാനി പോർട്സ്, പേടിഎം, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്സ് എന്നിവയുടെ ഫലപ്രഖ്യാപനം. നവംബർ 5 CSB ബാങ്ക്, അതായത് പഴയ കാത്തലിക് സിറിയൻ ബാങ്കാണ് CSB ബാങ്ക്, അരബിന്ദോ ഫാർമ, BEML, ദീപക് ഫെർട്ടിലൈസേഴ്സ് എന്നിവയുടെ ഫലപ്രഖ്യാപനമുണ്ട്. നവംബർ 6 അപ്പോളോ ഹോസ്പിറ്റൽസ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്,
ഗ്ലാക്സോ, LIC ഓഫ് ഇന്ത്യ, ലൂപ്പിൻ, മാൻകൈൻഡ് ഫാർമ എന്നിവയുടെ ഫലപ്രഖ്യാപനം. നവംബർ 7 ഫലം പ്രഖ്യാപിക്കുന്ന കമ്പനികൾ കല്യാൺ ജുവലേഴ്സ്, ബജാജ് ഓട്ടോ, ഡിവിസ് ലാബ്, GE ഷിപ്പിംഗ്, പെട്രോനെറ്റ് എന്നിവയാണ്. ഇവയ്ക്കെല്ലാം പുറമെ നവംബർ 3 BEMLന്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംബന്ധിച്ച റെക്കോർഡ് ഡേറ്റ് ആണ്. BEMLന്റെ 10 രൂപ മുഖവിലയുള്ള ഓഹരികൾ 5-ന്റേതായി വിഭജിക്കുകയാണ്. അതായത് ഓഹരി ഉടമകൾക്ക് അവർ കൈവശമുള്ള ഓരോ ഓഹരിക്കും പകരം ഒരു ഓഹരി കൂടി ലഭിക്കും. അതായത് ഒരു ഓഹരിക്ക് പകരം 2 ഓഹരി അവർ കൈവശം ഉണ്ടാകും. ഇതിനുള്ള റെക്കോർഡ് തീയതിയാണ് നവംബർ 3. അതുപോലെ നവംബർ 3 തന്നെ കോൾഗേറ്റ്, സി സിമന്റ് എന്നിവ ഡിവിഡന്റ് നൽകുന്നതിന് വേണ്ടി റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുണ്ട്. കോൾ ഇന്ത്യ ലിമിറ്റഡ്, മാസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവ നവംബർ 4 ലാഭവിഹിതം നൽകുന്നതിനുള്ള റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളത്. നവംബർ 7 ഡാബർ ഇന്ത്യ, NTPC എന്നിവ ലാഭവിഹിതം നൽകുന്നതിന് റെക്കോർഡ് ഡേറ്റായി നിശ്ചയിച്ചിട്ടുണ്ട്.